കേരളത്തിലെ വടക്കൻ മലബാറിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണ് തെയ്യം, തെയ്യക്കോലങ്ങൾ, തെയ്യം എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മുടെ ക്ഷേത്രാരാധനയേക്കാൾ വളരെ പ്രധാനമാണ് തെയ്യങ്ങളെ സംബന്ധിക്കുന്ന ആരാധന. അവർക്ക് ദൈവം എന്ന് പറയുന്നത് തന്നെ തെയ്യം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ തെയ്യങ്ങൾ 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വീടുകളിൽ ചെന്ന് വീടുകളിൽ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും. വീടുകളിൽ ചെന്നും ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുകയും ആശീർവാദം കൊടുക്കുകയും ഒക്കെ ചെയ്യും. അവരെ ആരാധിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. അവരുടെ പ്രൗഢിയും സാംസ്കാരിക ഒരു ഇടപെടൽ കൂടിയാണ്. അവിടുത്തെ ഒരു സാംസ്കാരിക ചിഹ്നം കൂടിയായിട്ടാണ് തെയ്യങ്ങൾ വന്നിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണനോ നമ്പ്യാരോ തീയനോ പുലയനോ വണ്ണാനോ വിവിധ ഏത് ജാതി എടുത്താലും അവർക്കെല്ലാം തെയ്യം എന്ന് പറയുന്നത് ഒരു ആരാധന പാരമ്പര്യം മാത്രമല്ല, ഒരു സാംസ്കാരിക ഇടപാട് കൂടിയാണ്. പ്രധാനമായി വണ്ണാൻ മനേർ സമുദായങ്ങളുള്ളവരുമൊക്കെ അവിടെ തെയ്യം എടുക്കാറുണ്ട്. അവരാണ് കൂടുതലുമായി തെയ്യം അവതരിപ്പിക്കുന്നത്. മിക്ക കുടുംബങ്ങളിലും കുടുംബദേവത എന്ന സങ്കല്പത്തിലാണ്. ഒരു 400-ലധികം വ്യത്യസ്ത തെയ്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. വിവിധ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന തെയ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പർവ്വത ദേവതമാരെ ആരാധിക്കുന്ന, വനപർവ്വതങ്ങളെ ആരാധിക്കുക, യോദ്ധാക്കളെ ആരാധിക്കുക, പട്ടാളക്കാരെയും വനദേവന്മാരെയൊക്കെ, അതായത് വനമൂർത്തികൾ എന്നുള്ള സങ്കല്പത്തിൽ പ്രകൃതിയുടെ വനമൂർത്തികൾ എന്ന് ആലോചിക്കേണ്ടത് പ്രകൃതിയുടെ സംരക്ഷകർ എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. അപ്പൊ പ്രകൃതിയെ ഉപാസിക്കുന്നതും പ്രകൃതിയെ ആരാധിക്കുന്നതും ഒക്കെ വലിയ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അങ്ങനെ വനദേവതകൾ, വനമൂർത്തികൾ ആരാധിക്കുന്നു. അതുപോലെ തന്നെ വേട്ടദൈവങ്ങൾ, നായാട്ട്, പഴയ കാലത്തെ നായാട്ടിനെയും വനസംരക്ഷണത്തെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് തെയ്യങ്ങളിലൂടെ, തെയ്യക്കോലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാലദേവി അവതരിപ്പിക്കും. വലിയ വലിയ രൂപത്തിലുള്ളതാണ്. അതിന്റെ വിശ്വരൂപം കാലദേവി അവതരിപ്പിക്കും. കരുവന്നൂർ വീരൻ, അതുപോലെ തന്നെ ഉച്ചില, കരിം ചാമുണ്ടി, മുത്തപ്പൻ എന്നൊക്കെ പറയുന്ന നല്ല രസമുള്ള ഒരു സംവിധാനം കാണാനൊക്കെ. എന്നിവയൊക്കെയാണ് ഹിന്ദു ദേവതയുടെ കഥാപാത്രങ്ങൾക്കൊക്കെ പേരെത്തിക്കുന്നത്. ബപ്പീരിയൻ തെയ്യം നല്ല രസമുള്ള പേരുകളാണ്. ഉമ്മച്ചി തെയ്യം, ആലിഭൂതം തുടങ്ങിയ മുസ്ലിം കഥാപാത്രങ്ങളും തെയ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, മുസ്ലിങ്ങളുടെ തെയ്യം മുസ്ലിം കഥാപാത്രങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പേരിലും തെയ്യം വരുന്നുണ്ട്. ഒരു മതപരമായ വ്യത്യാസങ്ങൾക്ക് അനുസരണം വ്യത്യസ്തങ്ങൾക്ക് മാത്രമല്ല. മലയാളത്തിലെ തുലാമാസം 10-ാം തീയതി മുതൽ, അതായത് ഒരു ഒക്ടോബർ പകുതിയോടുകൂടി ആരംഭിച്ച് ഇടവമാസം പകുതി വരെ, മെയ് അവസാനം വരെ ഇത് നീണ്ടു കിട്ടും. അപ്പൊ വിവിധ വീടുകളിൽ പോവുക, അമ്പലങ്ങളിൽ ഉണ്ടാവും. അമ്പലങ്ങളിലൊക്കെ ഇത് വലിയ പരിപാടികളായിട്ടാണ് നടത്തുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്ത്രധാരണമാണ് പ്രധാനം. ശിരോവസ്ത്രം, തലയിൽ വെക്കുന്ന വസ്ത്രം, മുഖംമൂടികൾ ഉണ്ടാകും, മരപ്പലകുകളും ഉണ്ടാവും, ഉണങ്ങിയ തേങ്ങാച്ചിരട്ടോട് നിർമ്മിച്ച വസ്തുക്കൾ ഉണ്ടാവും, കുംഭങ്ങൾ ഉണ്ടാവും, അതായത് കുടങ്ങളുണ്ടാകും, വളകളുണ്ടാവും, കണങ്കാലികളിൽ ഉണ്ടാകും, ചിലങ്ക ഉണ്ടാകും. അങ്ങനെ വളരെ മനോഹരമായ വേഷഭൂഷാദികളോട് കൂടിയാണ് ഈ തെയ്യങ്ങളെല്ലാം ഓരോ സ്ഥലത്തേക്ക് എത്തുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങൾ, തെയ്യങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ കഥാപാത്രത്തെ ആശ്രയിച്ച് ഭഗവതി തെയ്യത്തിന് യഗർ എന്നറിയപ്പെടുന്ന നീളമുള്ള വള്ളിപ്പൂണ്ട് ആഭരണമാണ് ധരിക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളും കടകം, ചുതകം എന്നറിയപ്പെടുന്ന വളകൾ, കുംഭങ്ങൾ എന്നിവ, ചെറിയ കണങ്കാലിലെ വളകൾ എന്നിവയൊക്കെ ധരിക്കും. ഭഗവതിയെ പ്രതിനിധീകരിക്കുന്ന തെയ്യങ്ങൾ പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്നു, ഭഗവതിയെ പ്രതിനിധീകരിക്കുന്നു. ഓരോ രീതിയിലാണ്. അപ്പോൾ എത്ര മനോഹരമാണ് നോക്കുക. ഭഗവതിയെ പ്രതിനിധീകരിക്കുന്ന തെയ്യങ്ങളും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടി, മഞ്ഞൾ, കരി എന്നീ നിറങ്ങൾ ഉപയോഗിച്ച് മുഖമെല്ലാം വരയ്ക്കുകയും ചെയ്യും. ഊർജം, ശക്തി, കോപം എന്നിവ പ്രതിനിധീകരിക്കുന്ന ചുവപ്പ് തെയ്യം മേക്കപ്പിലെ പ്രധാന നിറമാണ്. അപ്പോൾ ചുവപ്പ് ഒരു വലിയ പ്രധാനപ്പെട്ട നിറമാണ്. അതുപോലെ തന്നെ തീപ്പന്തങ്ങൾ, മുടിയിൽ നിന്നൊക്കെ കെട്ടിയ തീപ്പന്തങ്ങൾ ഉണ്ടായിരിക്കും, വെടിക്കെട്ടുണ്ടായിരിക്കും, തീക്കനലുകളിൽ നൃത്തം ചെയ്യുക, അങ്ങനെ വളരെ മനോഹരമായ രീതിയിലുള്ള തെയ്യങ്ങൾ മലബാറിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വലിയ ഇടം നേടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും തെയ്യങ്ങൾ എത്താറുണ്ട്. അപ്പോൾ തെയ്യമെന്ന് പറയുന്നത് ഒരു വലിയ കലാരൂപം എന്ന നിലയിൽ അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആഘോഷങ്ങളാണ് എന്നും മനുഷ്യരെ ഒരുമിപ്പിച്ചിട്ടുള്ളത്. ഏതാഘോഷമായാലും ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിൽ ആഘോഷങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് വിളവെടുക്കുമ്പോൾ ആഘോഷം, വിത്ത് വിതയ്ക്കുമ്പോൾ ആഘോഷം, ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും, ഓണത്തിനാഘോഷം, എന്ത് ചടങ്ങ് വന്നാലും, വിഷുവിന് ആഘോഷം, എന്ത് തിരുവാതിര, ഞാറ്റുവേലയ്ക്ക് ആഘോഷം, എന്ത് വന്നാലും ആഘോഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹാരാധനയ്ക്ക് അപ്പുറമായി മനുഷ്യർ പ്രകൃതിയെയും അതുപോലെ തന്നെ ഓരോ ശൃംഗാരത്തെയും പാപത്തെയും അവരവരുടെ ജീവിതശൈലിയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായ പ്രതീകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ മലബാറിലുള്ള വളരെ മനോഹരമായ പ്രതീകങ്ങളിൽ ഒന്നാണ് തെയ്യമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മനോഹരമായ ഒരു വസ്തുതയാണ്.